ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവ് വലിയ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ വലിയ കൃപകൾ ഇന്ന് നമ്മുടെ നടുവിൽ വ്യാപരിച്ചിരിക്കുകയാണ്. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ ഒരു വലിയ സമാധാനത്തിന്റെ നദി നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒഴുകിയാണ്. ഏതൊക്കെയോ പ്രശ്നങ്ങളിലൂടെ ചൂട് പിടിച്ച് ഓടുന്നത് പോലെ നിൽക്കുന്ന ആരൊക്കെയോ ഉണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് ഒരു വലിയ തണുപ്പ് നിങ്ങളുടെ ശരീരത്തിന്റെ മേലും നിങ്ങളുടെ മനസ്സിന്റെ മേലും കർത്താവ് ഇപ്പോൾ നൽകിയാണ്. തല ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന പോലെ നിൽക്കുന്ന അവരുടെ തലയ്ക്കകത്ത് കർത്താവ് ഒരു വലിയ തണുപ്പ് ഇപ്പോൾ നൽകിയാണ്. താങ്ക് യു ജീസസ്. ആ തണുപ്പ് അതൊരു സമാധാനത്തെയാണ് കാണിക്കുന്നത്. ആ സമാധാനം നിങ്ങളുടെ സകല ബുദ്ധിയും കവിഞ്ഞ് ഒഴുകുന്ന ഒരു സമാധാനം കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുക്കിയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്പോൺസർ വൈപ്പിൽ നിന്ന് ആഗ്നസ് ആണ്, ഒരു കോ സ്പോൺസർ ആണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വീട് പണിയുവാൻ കർത്താവിന്റെ കൃപയുണ്ടാകണമേ, രോഗസൗഖ്യം ലഭിക്കുവാൻ കർത്താവ് അത്ഭുതം ചെയ്യണമേ, ഭവനത്തിൽ ദൈവികാരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വെൽവിഷ കൂടെയുണ്ട്. താങ്ക് യു. മകൾക്ക് ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. കൺഗ്രാജുലേഷൻസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രണ്ട് മക്കളുടെയും ഭാവി യേശുവിൻ്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. കർത്താവ്, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇതിനോടകം നിങ്ങൾ ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ നിങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കും. എങ്കിലും ആദ്യമായി കാണുന്നവർക്ക് വേണ്ടിയിട്ടും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിത് സംസാരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കുന്നുണ്ട്, ദയവായി കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ മിനിസ്ട്രിയെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ബ്ലെസ്സിംഗ് ടുഡേ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്, ബ്ലെസ്സിംഗ് ടുഡേ അനുഗ്രഹ പങ്കാളിത്ത പദ്ധതി എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ട് പോലും എല്ലാ മാസവും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമായി തീരാം. ഈ മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കർത്താവ് അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ. അപ്പോൾ തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന, ഈ ആഴ്ചയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മീറ്റിംഗ് ഈ വെള്ളി, ശനി, ഞായർ, ഈ 3 ദിവസങ്ങളിലായിട്ട് കൊച്ചിയിൽ വെച്ച്, എന്ന് വെച്ചാൽ ഈ ആഴ്ചയിലെ ഈ വെള്ളി, ശനി, ഞായറാണ് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നോക്കൂ, YTHRVVL എന്ന പേര് കാണാം. യൂത്ത് റിവൈവൽ എന്ന പേരിൽ നടക്കുന്ന ഒരു വലിയ യൂത്ത്സിന്റെ ഒരു കോൺഫറൻസ് നടക്കുക. എനിക്ക് തോന്നുന്നു അതിന്റെ രജിസ്ട്രേഷൻ ഇപ്പോഴും ക്ലോസ് ആയിട്ടില്ല. നിങ്ങൾക്ക് അതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആയിട്ടില്ല എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവരിൽ വിവാഹം കഴിക്കാത്തവർക്കാണ് ഇതിൽ പങ്കാളികളാകാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ 13 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ ഇതിനകത്തേക്ക് വിടുക. ഇവിടെ പ്രത്യേകിച്ച് അവർക്കുള്ള അക്കോമഡേഷൻ, അവർക്കുള്ള ഭക്ഷണം, താമസം എല്ലാം ഇവിടെ റെഡിയാണ്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത മീറ്റിംഗ് ആണ് ഗ്ലോ വിമൻസ് കോൺഫറൻസ് ആണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത എല്ലാ സഹോദരിമാരും, അതിന് പ്രത്യേകിച്ച് പ്രായപരിധി 21 വയസ്സ് മുതൽ അങ്ങോട്ട് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്ന. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്നുള്ളത് ഗാഡ് ഈസ് നോട്ട് എ ഡെപ്റ്റ് ടു എനിവൺ എന്നുള്ളതാണ്. ദൈവം ആർക്കും കടക്കാരനല്ല. അതിശക്തമായിട്ടുള്ള സന്ദേശമാണ്. പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആ ഒരു പ്രൊവിഷൻസ്, എന്താ പറയാ, ആ കരുതൽ, ദൈവത്തിന്റെ നടത്തിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അത് അനുഭവിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ എൻ്റെ ആത്മാവിൽ തിരിച്ചറിയുന്നു. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഞാൻ ഇന്നലെ വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചങ്ക് തുറന്ന് നിങ്ങളോട് ഷെയർ ചെയ്തു. അതിൽ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നല്യൂസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വലിയൊരു പട്ടാള മേധാവിയാണ്, ധനികനൊക്കെ ആണെങ്കിലും ഭക്തനായിരുന്നു, ദൈവഭയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക നേച്ചർ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ?
ഇന്നലത്തെ എപ്പിസോഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവായി യൂട്യൂബിലൊക്കെ അത് കാണണം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം കൊടുക്കുന്നവനായിരുന്നു. ഹി വാസ് എ ഗിവർ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു തത്വം ഇന്നലെ പറഞ്ഞു, കൈ തുറന്നാൽ സ്വർഗം തുറക്കും. ഒന്നുകൂടി എല്ലാവരും ഒന്ന് പറയാമോ? കൈ തുറന്നാൽ സ്വർഗം തുറക്കും. കൈ തുറക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്ന് കൈ തുറക്കുക എന്നർത്ഥം. എന്ന് വെച്ച് നമ്മുടെ ഹൃദയം, ഹാർട്ട് ആൻഡ് ഹാൻഡ് ഇത് കണക്റ്റഡാണ്. ഹൃദയം തുറക്കുമ്പോഴാണ് കൈ തുറക്കുന്നത്, അപ്പോഴാണ് സ്വർഗം തുറക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിവരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, താൻ മറ്റുള്ളവർക്ക് തനിക്ക് ലഭിക്കുന്ന നന്മയുടെ ഓഹരി ധാരാളമായി കൊടുത്തിരുന്നത് കൊണ്ട് തനിക്ക് വേണ്ടി സ്വർഗം തുറന്ന് ഒരു ഏഞ്ചൽ ഇറങ്ങി വന്ന്, പിന്നീട് പത്രോസ് അന്നത്തെ കാലത്ത് ആ പരിസരത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ദൈവപുരുഷനാണ്. പത്രോസ് എന്ന അപ്പസ്തോലനെ വരുത്തി സുവിശേഷം കേട്ടു. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങി. അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അവർ സ്നാനപ്പെട്ടു. സോ ഭയങ്കര ഒരു സംഭവമുണ്ട്. ആ ബ്രേക്ക് ത്രൂവിൻ്റെ ഒരു കാരണം, ഒന്ന് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തേത് ഗിവിങ് നേച്ചർ, തൻ്റെ കൈ തുറന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകട്ടെ ആണ് എൻ്റെ പ്രാർത്ഥന. എനിവേ, അതിനുശേഷം ഞാൻ ഇന്നലെ സാരഫാത്തിലെ വിധവയുടെ കഥ പറഞ്ഞു. കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിയ സമയത്ത് ഏലിയാവിനെ നേരെ വിട്ടത് ഒരു വിധവയുടെ അടുക്കിലേക്കാണ്. വിധവയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും ഭർത്താവില്ല, ഒരു മോനുണ്ട്, ഒരു പക്ഷേ ചില ബന്ധുക്കാരൊക്കെ കാണും. ആകപ്പാടെ ഉള്ള കിച്ചണിലുള്ളത് ഒരട കഷ്ടിച്ചുണ്ടാക്കാനുള്ള മാവും ഒരല്പം എണ്ണയുമാണ്. എന്ന് വെച്ചാൽ ദ ലാസ്റ്റ് മോർസൽ എന്ന് വേണമെങ്കിൽ പറയും. ഏറ്റവും അവസാനത്തെ ഒരു പിടി ആഹാരം, അത് മാത്രമേ ഉള്ള ജീവിതത്തിലുള്ളൂ. എന്നാൽ ദേവദാസൻ എന്ന് പറയുന്നു, ഒരല്പം വെള്ളവും നീ ആദ്യം ഒരു ചെറിയ അട ഉണ്ടാക്കി എനിക്ക് അറിയാം, ബാക്കിയുണ്ട് നീ നിൻ്റെ മകനും കഴിച്ചു. വിളിച്ചാകാതിരിക്കും. അതിനു മുമ്പ് വിറക് പെറുക്കാൻ പോയി 2 വിറകെ പെറുക്കുള്ളൂ. ആ വിറകിലാണ് ഒരു വെളിപ്പാട് കിടക്കുന്നത്. ആ വിറക് 2 മരക്കഷ്ണങ്ങൾ കാണിക്കുന്ന യേശുവിൻ്റെ ക്രൂശിനെയാണെന്ന് പറഞ്ഞു. അതിനോട് കണക്ട് ചെയ്താണ് നമ്മുടെ അനുഗ്രഹം അല്ലെങ്കിൽ സപ്ലൈ കിടക്കുന്നത്. അവിടെ നിന്ന് നേരെ ഇന്നലെ ഞാൻ 2 കൊരിന്ത്യർ 8:9 വചനത്തിലേക്ക് വന്നു. അവിടെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ അവൻ എപ്പോഴാണ് ദരിദ്രനായത്? ക്രൂശ് വരെ അവൻ ഒരിക്കലും ദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഒരിക്കലും യേശുവിന് പട്ടിണി കിടന്നതായിട്ട് പറഞ്ഞിട്ടില്ല. യേശുവിന് എന്തെങ്കിലും എവിടെയെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം ടാക്സ് കൊടുക്കാനൊരു പൈസയുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഉടൻ തന്നെ പത്രോസ് പോയി ചൂണ്ടലിട്ടു, മീനെടുത്തു. മീനിൻ്റെ വായിൽ നിന്ന് 2 പേർക്കും കൊടുക്കാനുള്ള ടാക്സ് എമൗണ്ട് ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം ആദ്യത്തെ വചനങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ മിനിസ്ട്രി ടീമിൽ ഒരു ട്രഷറർ ഉണ്ടായിരുന്നു, ഇസ്കരിയോത്ത. അതുകൂടാതെ തൻ്റെ കുറേയധികം സ്ത്രീകൾ തന്നോടുകൂടെ നടന്ന അവരുടെ വസ്തുവകളൊക്കെ വിറ്റ് മിനിസ്ട്രിയിലേക്ക് ഫണ്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും യേശുവിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം നമ്മൾ ചിന്തിക്കുന്നത് പോലെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അവൻ സാക്ഷാൽ ദരിദ്രനായി മാറിയത് ക്രൂശിലാണ്. അവന് വസ്ത്രമില്ലായിരുന്നു, അവന് വെള്ളമില്ലായിരുന്നു, ആഹാരമില്ലായിരുന്നു, എല്ലാം കൊണ്ടും ദരിദ്രനായി താൻ മാറി. ഇവിടെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെതാണിതെല്ലാം. അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ല. അനേക പ്രാവശ്യം ഞാൻ ഈ വചനോടത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീസണിൽ ഇത് വീണ്ടും എടുത്തു പറയേണ്ടത് ആവശ്യമാണെന്ന ബോധ്യത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ പലരും സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ പോകുന്നവരാണ്. കുറച്ചുകൂടി കുറച്ച് കാശുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ചെയ്യാമായിരുന്നു. ആ ഞെരുക്കത്തിൽ നിന്ന് പുറത്തു വരണ്ടേ മക്കളെ? നമ്മുടെ ദൈവം സമ്പന്നനാണ്. മക്കളായ നമ്മൾ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇറ്റ് ഈസ് ഓപ്ഷണൽ. അപ്പം അങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്ന് ഒരാൾക്ക് നിർബന്ധമാണെങ്കിൽ ജീവിക്കാം. എന്നാൽ അവകാശപ്രകാരം നാം മക്കളാകയാൽ റോമാലേഖനം 8 പറയുന്നതനുസരിച്ച് നാം മക്കളെങ്കിൽ അവകാശികളാകും. If we are children, we are heirs of God and co-heirs with Christ. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളുമാണ്. അതുകൊണ്ട്
അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. There is a godly way to come out of poverty. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരാൻ ദൈവികമായ വചനത്തിൽ വഴിയുണ്ടെന്നേ. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഞാൻ വിറകിൻ്റെ കാര്യം പറഞ്ഞു. വിധവ 2 മരക്കഷ്ണങ്ങൾ പെറുക്കി. ആ 2 മരക്കഷ്ണങ്ങൾ കാണിക്കുന്നത് കാൽവരി ക്രൂശിനെയാണെങ്കിൽ നമ്മുടെ സപ്ലൈ, നമ്മുടെ വിടുതൽ, ഇൻക്ലൂഡിങ് ഭൗതികമായ ആവശ്യങ്ങൾക്കുള്ള നമ്മുടെ സപ്ലൈ ഇരിക്കുന്നത് ക്രൂശിലാണ് എന്ന റെവലേഷൻ ഇന്ന് സ്വീകരിക്കാമോ? The greatest transaction in human history of the world was made on the cross. ലോകചരിത്രത്തിൽ വലിയ വലിയ ഈവൻസ് നടക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒളിമ്പിക്സ് നടക്കുകയാണ്, അല്ലെങ്കിൽ വലിയ ഫുട്ബോൾ മാച്ച് നടക്കുക, വേൾഡ് കപ്പ് നടക്കുക, ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് വേൾഡ് മൊത്തം ആ ഒരു സിറ്റിയിലേക്ക്, ആ ഒരു കൺട്രിയിലേക്ക് വരും. അതോടുകൂടി ആ കൺട്രിയിലേക്ക് ഒത്തിരി വിദേശ നാണ്യം വരികയാണ്. അവിടുത്തെ ബാങ്കുകളിൽ ഭയങ്കര ട്രാൻസാക്ഷൻ നടക്കും. ഹോട്ടൽസ് എല്ലാം ബുക്ക് ചെയ്യപ്പെടുകയാണ്. ഒത്തിരി കാര്യങ്ങൾ കച്ചവടം നടക്കും അവിടെ. ക്രിസ്മസ് സീസണിൽ വലിയ വേൾഡ് വൈഡ് ഭയങ്കരമായ ട്രാൻസാക്ഷൻസ് നടക്കും. കാരണം ഒത്തിരി ആളുകൾ പലതും പർച്ചേസ് ചെയ്യുന്നൊരു സീസണാണ്. ഇങ്ങനെ ചില പ്രത്യേക സീസണുകളിൽ ഭയങ്കരമായ ട്രാൻസാക്ഷൻസ് നടക്കും. എന്നാൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസാക്ഷൻ നടന്നത്, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, മിസ്രയീമിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് 30 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനം പുറത്തു വരുമ്പോൾ അതിൻ്റെ തലേനാളിൽ അവിടെ ഏറ്റവും വലിയ അന്നത്തെ ഒരു ട്രാൻസാക്ഷൻ നടന്നു. അഥവാ ഈ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അയൽക്കാരികളോട് വെള്ളിയാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും അങ്ങനെയുള്ളതെല്ലാം മേടിച്ചോളാൻ പറഞ്ഞു, വായ്പ മേടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പോരാൻ പറഞ്ഞു. അന്ന് രാത്രി പെസഹ ആചരിച്ച് പിറ്റേന്നാളിലാണ് അവർ പോരുന്നത്. അങ്ങനെ പോരുന്ന സമയത്ത് ഒരുപക്ഷെ ആ ചരിത്രത്തിൽ നടന്ന വലിയൊരു ട്രാൻസാക്ഷനാണ് നടന്നത്. അവരുടെ വിലപിടിച്ച ആഭരണങ്ങളും സാധനങ്ങളും എല്ലാം ഇവരുടെ കയ്യിലായി. കാരണം 430 വർഷം ഇവർക്ക് ശരിയായ രീതിയിൽ ശമ്പളം കൊടുത്തിട്ടില്ല, ഓവർ ടൈമിൻ്റെ പൈസ കൊടുത്തിട്ടില്ല, PF-ഉം ഗ്രാറ്റുവിറ്റിയും ഇത് ഇൻഷുറൻസ് ഇതിൻ്റെ ഒന്നിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. അതെല്ലാം കൂടെ കണക്ക് കൂട്ടി അതിനുള്ളൊരു എമൗണ്ട്, ഞാൻ സാധാരണ പറയാവുന്ന പോലെ ബാങ്ക് ഓഫ് ഈജിപ്തിൽ നിന്നും ബാങ്ക് ഓഫ് ഇസ്രായേലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതുപോലുള്ളൊരു അനുഭവമായിരുന്നു അന്ന് അവിടെ നടന്നത്. എന്നാൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പറയേണ്ടത് ട്രാൻസാക്ഷൻ നടന്നത്, ട്രാൻസ്ഫർ നടന്നത്, ഒരു വലിയ ഇങ്ങനെ ഇതിനെ പറയുന്ന മലയാളം വാക്ക് എനിക്ക് കിട്ടുന്നില്ല, നടന്നത് കാൽവരി ക്രൂശിലാണ്. അവിടെ വെച്ച് all the human sin, all the human sickness, curses, poverty, death, you mean it, you name it, എന്തൊക്കെ ഉണ്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വലിയ ട്രാൻസാക്ഷൻ, ഒരു വലിയ കച്ചവടം, ഒരു വലിയ കൈമാറ്റം കാൽവരി ക്രൂശിൽ നടന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. യേശുവിൻ്റെ ക്രൂശിലാണ് ഭയങ്കരമായ ഒരു എക്സ്ചേഞ്ച് നടന്നത്. നമ്മുടെ എല്ലാവരുടെയും പാപം അവിടെ ട്രാൻസ്ഫർ ആയിപ്പോയി, പോവർട്ടി അവിടെ ട്രാൻസ്ഫർ ആയിപ്പോയി, ഡെത്ത്, സിൻ, കേഴ്സ് സകലം അങ്ങോട്ട് പോയി.
നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുങ്ങി പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു Glow 2024 Women's Conference on November 8th and 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്. നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ കലണ്ടേഴ്സ് ഓൺ November 8th and 9th at Blessing Today International Church and we will see you there. എന്നിട്ട് കർത്താവ് നമുക്ക് തന്നതെന്താണ്? കർത്താവിൻ്റെ ഹോളിനെസ്, റൈച്ചസ്നെസ്, ഹീലിംഗ്, ബ്ലെസ്സിങ്, റിച്ചസ് ലൈഫ്, ഇതെല്ലാം നമുക്ക് കിട്ടി. അവിടെ വെച്ച് ആ ക്രൂശിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. അവിടെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. നീതി, വിശുദ്ധി, രോഗസൗഖ്യം, അനുഗ്രഹം, സമ്പന്നത, ജീവൻ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ക്രൂശിലാണ് നമുക്ക് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടത്. നമ്മുടെ കയ്യിലുള്ള എല്ലാ നെഗറ്റീവായ സ്റ്റഫും യേശു കർത്താവ് ക്രൂശിലെടുത്തിട്ട് അവിടെ നിന്ന് അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നു. ഇതാണ് അവിടെ നടന്നത്. ഇങ്ങനൊരു വലിയ സംഭവം ക്രൂശിൽ നടന്നു എന്ന വെളിപ്പാട് ദൈവമക്കളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞ് കയറണം. അവിടെയാണ് സംഭവം ഉണ്ടായത്. വിശ്വാസമില്ലെങ്കിൽ ഞാനൊരു വചനം കൂടി തരാം. റോമാലേഖനം 8:32 വായിച്ചു നോക്കണം. Romans 8:32. He who did not spare his own son, but gave him up for us all, how will he not also, along with him, graciously give us all things? കേൾക്കാമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ അല്ലെങ്കിൽ സ്വന്തം പുത്രനെ സ്പെയർ ചെയ്യാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, സ്വന്തം പുത്രനെ ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ, അവനോടുകൂടെ സകല കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള സകലവും കൃപയാൽ നൽകാതിരിക്കുമോ എന്നൊരു ചോദ്യമാണ് അവിടെ തന്നിരിക്കുന്നത്. അതായത് യേശുവിലൂടെ, യേശു വഴിയാണ്, യേശു മാർഗമാണ്, യേശു ഗോവണിയാണ്, യേശുവാണ് റൂട്ട്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. യേശുവാണ് വാതിൽ. യേശുവിലൂടെ, അത് യേശുവിനെ തന്നെ നമുക്ക് തന്നു. സ്വന്തം പുത്രനെ തന്നെ ക്രൂശിൽ മരിക്കുവാനായി തന്നവൻ, അവനിലൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഈ ക്രൂശിലൂടെയുള്ള ഒരു ഭയങ്കര, ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് ഒരു സൺഡേ ഒരു ആരാധനയുടെ അവസാനം ഭയങ്കരമായൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും പകർച്ചയും ഉണ്ടായ സമയത്ത് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ബാങ്ക് അക്കൗണ്ടുകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ബാങ്ക് അക്കൗണ്ടുകളെ കർത്താവ് തൊടുകയാണ്, ബാങ്ക് അക്കൗണ്ടുകളെ കർത്താവ്, ഞാൻ കൃത്യം വേടി ഞാൻ ഓർക്കുന്നില്ല, അനുഗ്രഹിക്കുന്നു. അത് ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന് പറഞ്ഞു. ഈ ആരാധന നടുവിൽ കർത്താവ് വ്യക്തതയോടെ എന്നെ കാണിച്ചത്, ഇവിടെ നിൽക്കുന്ന പലരുടെയും കാണുന്ന പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളെ കർത്താവ് ബ്ലസ് ചെയ്തതായിട്ട് ഈ ആഴ്ചയിൽ സാക്ഷ്യങ്ങളുണ്ടാവും. ഗോഡ് ഈസ് ബ്ലെസ്സിങ് യുവർ ബാങ്ക് അക്കൗണ്ട്സ്. ഈ ചത്ത് കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഇല്ലാതെ ഫ്രീസായി, ഒന്നും നടക്കുന്നില്ല, വരുന്നുമില്ല പോകുന്നുമില്ല, അങ്ങനെ ബാങ്ക് ഫ്രീസാക്കി വെച്ച ബാങ്ക് അക്കൗണ്ടുകൾ റിസറക്റ്റ് ചെയ്യാൻ പോകും. ഇന്ന് ഓർക്കുന്നുണ്ട്, ശ്രീലങ്കയിൽ 10-20 പാസ്റ്റേഴ്സ് ഞങ്ങൾ ഒരുമിച്ചൊരു ഹോട്ടലിൽ മുറിയിൽ കൂടി കോൺഫറൻസ് റൂമിൽ കൂടി പ്രാർത്ഥിക്കുക 1-2 വർഷം മുമ്പ്. ശ്രീലങ്കയുടെ എക്കോണമി താഴേക്ക് പോയിട്ട് ചൈന വന്ന് അടുത്തൊരു വലിയ സാധനം, വലിയ പ്രദേശം അവർ എൻക്രോച്ച് ചെയ്തേക്കുക. പല കടകൾ അടഞ്ഞു കിടക്കുകയാണ്, ഇക്കോണമി മുഴുവൻ താഴെ പോയി. ഞങ്ങൾ അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദി ഇക്കോണമി ഓഫ് ശ്രീലങ്ക ഈസ് ഗോയിങ് ടു റെസറക്റ്റ്. ഇത് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയും. മാസങ്ങൾക്കകം അവിടെ നിന്ന് റിപ്പോർട്ട് വന്നു. നിങ്ങൾ ഒരുപക്ഷെ മീഡിയയിലൊക്കെ വായിച്ചു കാണും അവിടെ നടന്ന അത്ഭുതങ്ങൾ.
ഭയങ്കരമായ രാജ്യത്തെ കർത്താവ് പിന്നെയും പിടിച്ച് ഉയർത്തി. ഒരു രാജ്യത്തിൻ്റെ ഇക്കോണമിയെ കൈപിടിച്ചുയർത്താൻ, ഉയർപ്പിക്കാൻ കർത്താവിന് സാധിക്കുമെങ്കിൽ നിൻ്റെ കൊച്ചു ബാങ്ക് അക്കൗണ്ട്, നിൻ്റെ കൊച്ചു ആവശ്യങ്ങൾ ഉയർപ്പിക്കാൻ കർത്താവിന് സാധിക്കില്ലേ? ഉറക്കെ പറ, യഹോവ ഇരേ. പറ, അവൻ കരുതിക്കോളും, അവൻ കരുതിക്കോളും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും ബലം, അതിലാ ശക്തി ഇരിക്കുന്നത്. അന്ന് തന്നെ ഗോവയിലിരിക്കുന്ന ഒരു സഹോദരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ വലിയൊരു മിറക്കിൾ നടന്നു. ആ സഹോദരൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ആരാധന നടന്ന് പിറ്റേ ദിവസം രാവിലെയാണ് മൊബൈൽ ചെക്ക് ചെയ്യുന്നത്. നോക്കുമ്പോൾ കാണുന്നത് ലക്ഷങ്ങളാണ് അതിൽ വന്ന് കയറിയിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെ വന്നു? അവർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചൊരു കാര്യം, അവർ ഭർത്താവാണ് ജോലി ചെയ്യുന്നത്, ഈ സഹോദരൻ ജോലി ചെയ്യുന്നില്ല. ഭർത്താവിന് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ വന്നു. ഇവർ പിന്നെയും പരീക്ഷ എഴുതണം, ഇൻ്റർവ്യൂവിന് പോകണം. അതുകൊണ്ട് പൊല്ലാപ്പുള്ളതുകൊണ്ട് പറഞ്ഞു, അവർ നോട്ട് വില്ലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തു, ഞങ്ങൾ പ്രൊമോഷൻ വേണ്ട. പക്ഷേ ഏതോ രീതിയിൽ പ്രൊമോഷൻ്റെ ഓർഡർ അന്നേ വന്നു. പരീക്ഷ എഴുതിയില്ല, ഒരു പ്രോസസ്സിലും പോകാതെ തന്നെ അവർ പ്രൊമോട്ടഡ് ആയിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഏതോ കാരണത്താൽ പക്ഷേ അതിൻ്റെ പ്രൊമോഷൻ്റെ പ്രൊമോഷനോട് ചേർന്ന് വരുന്ന ഇൻക്രിമെൻ്റ് ഒന്നും വന്നിരുന്നില്ല. അതിൻ്റെ സകല അരിയേഴ്സും കൂടെ അവരുടെ അക്കൗണ്ടിലേക്ക് വന്ന് കയറി. അവർക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് ചെയ്യാനുള്ള ഒരു ഇത്തിരി എമൗണ്ട് കിട്ടിയാൽ കൊള്ളായിരുന്നു. അവർക്കൊന്നും കിട്ടാനല്ല അവർ പ്രാർത്ഥിച്ചത്. ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ, അവരുടെ വാക്കുകൾ, എൻ്റെ മൊബൈലിൽ എൻ്റെ ഓഡിയോ കിടപ്പുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ ചെയ്യാനുള്ള കുറച്ച് കാശ് എല്ലാ മാസവും കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ സംഭവിച്ചത്, അവരാരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഉള്ളിൽ അവർക്ക് ബോധ്യമായി, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാം. പിറ്റേ ദിവസം രാവിലെയാണ് അവർ പറയുന്നതനുസരിച്ച് മക്കളിങ്ങനെ നോക്കി ചിരിച്ചു. പിറ്റേ ദിവസം രാവിലെ മൊബൈൽ നോക്കുമ്പോഴാണ് സംഭവം നടന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ചില സാമ്പത്തിക വിടുതലുകളും അത്ഭുതങ്ങളും കർത്താവ് ചെയ്യട്ടെ. പക്ഷെ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ആ സഹോദരിയുടെ സാക്ഷ്യം പറയുന്നതനുസരിച്ച് ദൈവിക ലോകരാജ്യങ്ങളിൽ സുവിശേഷം എത്തേണ്ടതിന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും വേണം, 2 സാരി കൂടെ മേടിക്കണം, 2 ചെരുപ്പ് മേടിക്കണം, 2 മുക്കുത്തി മേടിക്കണം, മക്കൾക്ക് ഇത് വേണം. അതല്ല അവർ പ്രാർത്ഥിച്ച്, അവരുടെ ആഗ്രഹം നിർമ്മലമായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? കണക്കില്ലാതെ അങ്ങ് കൊടുത്തു. ഇതൊരാളുടെ സാക്ഷ്യമല്ല, അനേകരുടെ സാക്ഷ്യമാണ്. വാവ്, എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ. ബാങ്ക് അക്കൗണ്ടുകളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അക്കൗണ്ട് കണക്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടത് യേശു കർത്താവിൻ്റെ ക്രൂശിലേക്കാണ്. കൂടാതെ വ്യക്തമായി ഞാൻ പറയുന്നത് കേൾക്കുക, നിങ്ങളുടെ കൈ തുറക്കുമ്പോഴാണ് സ്വർഗം തുറക്കുന്നത്. എന്ന് വെച്ചാൽ കൊടുക്കുവാൻ വേണ്ടി, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇല്ലാത്തവർക്ക് വേണ്ടി ഒക്കെ കൊടുക്കാൻ വേണ്ടി കൈ തുറക്കുമ്പോൾ സ്വർഗം തുറക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൈ തുറക്കുമ്പോൾ സ്വർഗം തുറക്കും. പറഞ്ഞേ, കൈ തുറക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഹൃദയം തുറക്കുക എന്നാണ്. ജനറോസിറ്റിക്ക് വേണ്ടി, ഗിവിങ്ങിന് വേണ്ടി തുറക്കുമ്പോൾ കർത്താവ് പലതും ചെയ്യും. ഇനി ഒരു വചനഭാഗം വായിക്കാൻ പോവുക, ശ്രദ്ധിച്ച് കേട്ടോളൂ. സങ്കീർത്തനങ്ങൾ 78, 23 മുതൽ 27 വരെ. Psalm 78, 23 up to 27. Yet he gave a command to the skies above and opened the doors of the heavens. He rained down manna for the people to eat. He gave them the grain of heaven. Human beings ate the bread of the angels. He sent them all the food they could eat. He let loose the east wind from the heavens and by his power made the south wind blow. He rained meat down on them like dust, birds like sand on the seashore. ഇതൊരു ഭയങ്കര സംഭവമാണ്. എൻ്റെ മലയാള ഒരു പക്ഷേ നിങ്ങൾ സ്ക്രീനിൽ വായിച്ച് കാണും. 78-ാം സങ്കീർത്തനത്തിൽ പാട്ടിലൂടെ ഒരു ചരിത്രം എഴുതുകയാണ്. എന്താണ് ചരിത്രം? അന്ന് മരുഭൂമിയിൽ 40 വർഷം ഇസ്രായേൽ മക്കളെ നടത്തിയപ്പോൾ കർത്താവ് ചെയ്ത മിറക്കിൾസ്. അതിലൊന്ന്, ഹി ഓപ്പൺ ദ ഡോർസ് ഓഫ് ദ ഹെവൻസ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ കർത്താവ് തുറന്നു. എന്നിട്ട് ഹി റെയിൻ ഡൗൺ മന ഫോർ ദ പീപ്പിൾ ടു ഈറ്റ്.
ജനങ്ങൾക്ക് ഭക്ഷിക്കുവാൻ അവൻ മന്ന കൊടുത്തു. He gave them grain of heaven. സ്വർഗത്തിൻ്റെ ധാന്യം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നത്. ഈ സപ്ലൈ വരുന്നത് എവിടെ നിന്നാ? സ്വർഗത്തിൽ നിന്ന്. അതിൻ്റെ അർത്ഥം സ്വർഗം തുറന്ന് മരുഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വന്നുകൊണ്ടിരുന്നു എന്ന്. ഓ മൈ ഗോഡ്, ഐ ആം റിയലി എക്സൈറ്റഡ്. സ്വർഗം തുറന്നവർക്ക് ഭക്ഷണം വന്നു. ഹ്യൂമൻ ബീങ്സ് എയ്റ്റ് ദ ബ്രെഡ് ഓഫ് ഏഞ്ചൽസ്. ദൂതന്മാരുടെ, മാലാഖമാരുടെ അപ്പം മനുഷ്യർ ഭക്ഷിച്ചു എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം ദൂതന്മാർക്കും ഭക്ഷണമുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാർ കഴിക്കുന്നുണ്ട്. എന്നാൽ അത് ഭൂമിയിലുള്ള ആഹാരം പോലെ അല്ല, ഗ്രേഡ് കൂടിയതാണ്. സ്വർഗത്തിലുള്ളവർ ഭക്ഷിക്കുന്നത് വിശന്നിട്ടല്ല, ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ്. അത് കഴിച്ചിട്ടല്ല അവിടെ ജീവിക്കുന്നത്, അവർ നിത്യജീവനിലാണ്. എന്നാൽ എൻജോയ്മെൻറ്റിന് വേണ്ടി, റിലീഷ് ചെയ്യാൻ വേണ്ടി ഫുഡുണ്ട്. നമ്മളവിടെ ചെന്നാലും അങ്ങനെ തന്നെ. ദൈവരാജ്യത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പുതുതായി കുടിക്കുന്നത് വരെ ഇത് ഞാൻ കുടിക്കില്ല എന്ന് കർത്താവ് ഒരിക്കൽ പറഞ്ഞു. വീഞ്ഞു കുടിക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ദൈവരാജ്യത്തിൽ എത്തുമ്പോൾ എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് കുടിയുണ്ടെന്നേ. അവിടെ കുടിക്കാനുള്ളത് കിട്ടും, ഭക്ഷിക്കാനുള്ളത് കിട്ടും, ജീവവൃക്ഷത്തിൻ്റെ ഫലം കിട്ടും. മാസത്തിൽ ഡിഫറെൻറ്റ് ഫ്രൂട്ട് ഉണ്ടാകുന്ന വൃക്ഷങ്ങളുണ്ട് അവിടെ. എല്ലാം സ്വർഗത്തിലുണ്ട്, പേടിക്കണ്ട. അപ്പം ഞാൻ സാധാരണ പറയാറുണ്ട്, ദിസ് ഈസ് എ ഗുഡ് ന്യൂസ് ഫോർ ഓൾ ദ ഫുഡീസ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ഒത്തിരി പേര് ഭൂമിയിലുണ്ട്. അവർക്ക് എല്ലാവർക്കുമുള്ള സന്ദേശമാണ്, സന്തോഷ വാർത്തയാണ്. സ്വർഗത്തിൽ ശാപ്പാടുണ്ട്, ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. ഇവിടെ കിട്ടുന്നതിനൊക്കെ സൂപ്പർ സാധനം അവിടെ കിട്ടും. ഇനി ഹ്യൂമൻ ബീങ്സ് ate the bread of angels. He sent them all the food they could eat. കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമെല്ലാം കർത്താവ് കൊടുത്തു. He let loose the east wind from the heavens and by his power made the south wind blow. അതായത് കിഴക്കൻ കാറ്റും തെക്കൻ കാറ്റും അവൻ അടുപ്പിച്ചു. എന്തിനു വേണ്ടി? He rained meat down on them like dust. കാടപ്പക്ഷികളെ കൊണ്ടുവരാൻ വേണ്ടി. ഈ കാടപ്പക്ഷികളെ കൊണ്ടുവന്നത് കാറ്റാണ്. അഥവാ ഈസ്റ്റ് വിൻഡും സൗത്ത് വിൻഡും കൂടെ കടലിൽ നിന്നും കാടപ്പക്ഷികളെ കൂട്ടമായി പറപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ കണക്കൊക്കെ അവതരിപ്പിച്ചായിരുന്നു, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒറ്റ പ്രാവശ്യം അവർ ഈ 30 ലക്ഷത്തോളം ആളുകൾ, അവർക്ക് എല്ലാവർക്കും ഇത്ര ഇടങ്ങഴി വീതം പെറുക്കിയെന്നൊരു, ഇത്ര ഓമർ എന്നൊക്കെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ വെച്ച് നോക്കിയാൽ ഏകദേശം 25 കോടി കാടപ്പക്ഷികളാണ് തിന്നാൻ വേണ്ടി കർത്താവ് കൊടുത്തത്. 25 കോടി. അതവിടെ പറഞ്ഞ് he rained meat down. ഇറച്ചിയെ ആകാശത്തു നിന്ന് മഴ പോലെ പെയ്യിച്ചു. അങ്ങനെ he rained meat down on them like dust, birds like sand on the seashore. കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കി കൊടുത്തു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം? മരുഭൂമിയിൽ ഈ ആളുകൾക്ക് മന്നയും ഇതുപോലെ മാംസവും വെള്ളവും എല്ലാം കൊടുക്കാൻ ഇതിൻ്റെ പുറകിലൊരു റീസണുണ്ട്. എൻ്റെ റീസൺ പുറകിലേക്ക് നോക്കിയാൽ ഇവരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അബ്രഹാം. അബ്രഹാമിൻ്റെ വീട്ടിൽ 3 പുരുഷന്മാർ ചെന്നു. അതിനെക്കുറിച്ച് പറയുന്നത് ദൈവവും 2 ഏഞ്ചൽസുമാണ്. ക്രിസ്തുവും 2 ഏഞ്ചൽസും എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അവരെ കണ്ട ഉടനെ അബ്രഹാം ഓടിച്ചെന്ന് അവരുടെ മുമ്പിൽ കുനിഞ്ഞ് വെള്ളം കൊണ്ട് കാല് കഴുകി കുനിഞ്ഞ് വീട്ടിൽ കയറ്റി. ഉടൻ തന്നെ സാറാമ്മച്ചിയോട് പറഞ്ഞു പെട്ടെന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ആ ഭാഗം എടുത്ത് നോക്കിയാൽ അറിയാം, പെട്ടെന്ന് ഭയങ്കരമായ എലാബറേറ്റ് പ്രിപ്പറേഷൻ കൊണ്ട് ഇവരെ 3 പേർക്കും ഭക്ഷണം കൊടുത്തു. അന്നേ കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് ക്രെഡിറ്റ് ആയി. അന്നേ കർത്താവ് തീരുമാനിച്ചു, ഈ അബ്രഹാമിൻ്റെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ മരുഭൂമിയിലൂടെ 40 വർഷം പോകുമ്പോൾ, ഇന്നലെ ഞാൻ പറഞ്ഞ വീണ്ടും പറയുന്നു, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ്, ഡിന്നർ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്സ്, ഡിന്നർ. പ്രാതൽ, ഉച്ചഭക്ഷണം, 4 മണി പലഹാരം, അത്താഴം. ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ.
ഇതെല്ലാം കർത്താവ് കൊടുക്കുക. എത്ര വർഷം? 40 വർഷം. എത്ര ടൺ? കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും സാധ്യമല്ല. അത്രയും ടൺ ആഹാരം ഒരു ദിവസം പോലും മുടങ്ങാതെ. ശബത്ത് നാളിൽ മാത്രം മന്നയില്ല, പക്ഷെ എൻ്റെ തലേദിവസം ഡബിൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഒരിക്കൽ പോലും അത്താഴം മുടങ്ങിയിട്ടില്ല, ഒരിക്കൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങിയിട്ടില്ല, ഒരിക്കൽ പോലും ഒരു മീൽ മുടങ്ങിയിട്ടില്ല. എന്നാൽ അവരാരും ഇത് അധ്വാനിച്ചോ കൃഷി ചെയ്തോ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ദൈവം പോറ്റി. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, അബ്രഹാം കൈ തുറന്നപ്പോൾ അവൻ്റെ തലമുറകളെ അനുഗ്രഹിച്ചതുപോലെ മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി കൈ തുറന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ, ഗിവിങ് നേച്ചറിൽ ജീവിക്കുമ്പോൾ, ഈ വിധവയുടെ കാര്യത്തിൽ ഇല്ലായ്മയിൽ നിന്നാണ് കൊടുത്തത്. ശരിയല്ലേ? ഇല്ലായ്മയിൽ നിന്നാണ് കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തെ ഭയങ്കരമായി അവൾ തൊട്ടു. ഓ മൈ ഗോഡ്! വലിയ ചില സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്നത് ബൈബിളിൽ എഴുതിയിരിക്കുമ്പോൾ ഇനി നിങ്ങളാണ് ചരിത്രം കുറിക്കേണ്ടത്. ഇന്ന് തീരുമാനിക്കുക, ഞാൻ എൻ്റെ ആയുസ്സിൽ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കും. ഞാൻ എൻ്റെ ആയുസ്സിൽ ഇല്ലാത്തവർക്ക് കൊടുക്കും. പാറ്റുന്ന പോലെ എല്ലാം ചെയ്യും. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ വാവ് കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കൈകൾ നീട്ടാം. കർത്താവെ, ജനങ്ങൾക്കായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കൈ തുറക്കുവാൻ കർത്താവ് സഹായിക്കണമേ. സ്വർഗം അങ്ങ് തുറക്കുമല്ലോ. സ്വർഗം തുറന്ന് അങ്ങ് മന്ന വർഷിപ്പിച്ചതുപോലെ, അവർക്ക് വേണ്ട മാംസം കൊടുത്തതുപോലെ കർത്താവ് വലിയ കാര്യങ്ങൾ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. കണ്ണുകൾക്ക് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. കാതുകളിൽ സൗഖ്യം നടക്കുന്നു, പ്രത്യേകിച്ച് പൊട്ടി ചില ഫ്ലൂയിഡൊക്കെ ഒഴുകുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാണ്. നാവിൽ എന്തോ വലിയ പ്രയാസം, എന്തൊരു പുണ്ണ് പോലെയോ ക്യാൻസർ പോലെയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. In the name of Jesus. In the name of Jesus. In the mighty name of Jesus. Thank you, Lord. Thank you, Lord. വന്ധ്യത യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഉറക്കമില്ലായ്മ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അകാരണമായ ക്ഷീണങ്ങളും വേദനകളും ശരീരങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ. താങ്ക് യു ലോർഡ്. കൈനീട്ടി പിടിച്ചിരിക്കുമ്പോൾ എന്താണ് ആവശ്യം അത് പറയുക. കർത്താവ്, ഈ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേൽ വിടുതലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ഈ പഠനം സ്റ്റക്കായിരിക്കുന്ന ആരെയോ കർത്താവ് ഒരു ബ്രേക്ക് ത്രൂ നൽകി അനുഗ്രഹിക്കുന്നു. എത്ര ഇൻ്റർവ്യൂ പാസ്സായിട്ടും ത്രൂ ആകാത്ത ചിലർ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകട്ടെ. ഇന്ന് അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു. ഇൻ ജീസസ് നെയിം. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണം. എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ലിങ്ക് എടുത്ത് വാട്സപ്പ് സ്റ്റേറ്റസിലിടുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ. നമ്മൾ സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഡെയിലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കായി പോകാറുണ്ട്. പക്ഷെ ദൈവവചനത്താൽ നമ്മൾ ശക്തമായി തിരിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കാരണം ഒത്തിരി പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. പക്ഷെ ഞാൻ പറയട്ടെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ വന്നാൽ നമ്മൾ സ്ത്രീകൾ ആ ഒരു സിറ്റുവേഷൻ ഒതുക്കി പോകേണ്ടവരല്ല, മറിച്ച് നമുക്കൊരു വിളിയുണ്ട്, ടു സ്റ്റാൻഡ് ഫോർ ദ ക്രൈസ്റ്റ്. യെസ്, Blessing Today International Church ഒരുക്കുന്നു Glow 2024 Women's Conference on November 8th and 9th at Blessing Today International Church. 21 വയസ്സ് മുതൽ ഏത് ഏജുള്ള സ്ത്രീകൾക്കും ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. ഇതൊരു വലിയ ഉണർവിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു കോൺഫറൻസ് ആണ്.
നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാണ്ട് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്, കൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെയോ റിലേറ്റീവിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അവരെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. സോ മാർക്ക് യുവർ calendars on November 8th and 9th at Blessing Today International Church and we will see you there.